ടൂർ ബെഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബെഞ്ച് ചെയ്യാനുള്ള സാമഗ്രികളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാ മെയിൻ സാമഗ്രി. അപ്പോൾ ബാക്കി അവിടെ പോയി സെറ്റ് ചെയ്തിട്ട് കാണാം. വെൽക്കം ടു ശ്രീജിത്ത് വില്ലാസ്. ഓക്കെ. സോ ഫ്രണ്ട്സ്, ഇതോടെ നമ്മുടെ ലൊക്കേഷൻ. നല്ലൊരു പുഴയുടെ പക്കത്ത് അങ്ങനെ കുറച്ച് മുളയുടെ അടുത്ത് ഇങ്ങനെ വിശാലമായൊരു ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്തിനും കാണാണ്ടേ നമ്മൾ ആദ്യത്തെ കുഴി ഒഴിച്ചു ഗ്രാസ്. അപ്പോൾ ഇതിലൊരു കാലിറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സീറ്റിംഗ് ആക്കണം. അളവ് കറക്റ്റ് അല്ലെങ്കിൽ മൊത്തത്തിൽ പാളിപ്പോവും. പരീക്ഷാടിസ്ഥാനത്തിലെ കുഴികളെല്ലാം വെച്ച് സെറ്റ് ചെയ്തപ്പോൾ വാട്ടർ മാർക്ക് ലെവലെല്ലാം പിടിച്ചപ്പോൾ നമ്മൾക്കത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. ഫ്രാൻസ്, നമ്മൾക്ക് വേണ്ടിയിട്ട് ചായ വന്നിട്ടുണ്ട്. സോ നമ്മളെപ്പോഴും 10 മണിക്ക് 10:30 ചായ കുടിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ചായ കുടിച്ചിട്ട് ബാക്കി പണി ചെയ്യും. ഓക്കെ, എനിക്ക് ചായ ഉണ്ടോ? വാ, കണ്ണൻ ദേവൻ താജ്. ഏത് ചായയാണെന്ന് അറിയില്ല, എന്തായാലും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഉണ്ടാക്കിയത് പിന്നെ ആരും പറയണ്ട, പേര് ഞാൻ പറയുന്നില്ല. ഉണ്ടാക്കിയത് ആള് പുലിയാണ്, 8ാം ക്ലാസ്സിലാണ്. ഫ്രണ്ട്സ്, നമ്മൾ ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ് ഒക്കെ ചെയ്തു, കുഴിയൊക്കെ എടുത്തു, വെറുതെ ടെമ്പറേറ്റ് ഫിക്സ് ചെയ്തു, അളവും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യണം. മരമാവും കാരണം നമുക്കൊരു ചാലഞ്ച് ഉണ്ട്. എന്താണ് ചാലഞ്ച്? ചെതൽ വരാനുള്ള എല്ലാ ചാലഞ്ചുണ്ട്. അപ്പോൾ ചെതലിനെ മറികടന്നുകൊണ്ട് എത്ര കാലം ഇതിനെ നിർത്താൻ പറ്റുമെന്നാണ് നമ്മൾ അടുത്തത്. സോ നമ്മൾ ഓരോന്നായിട്ട് അയച്ചെടുത്തിട്ട് ഇതിന് ചെതൽ വരാണ്ട രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കണം. ഓക്കെ. സോ നല്ല പ്ലാവിൻ്റെ ഉഗ്രം കഷ്ണമാണ്, കണ്ടോ? അപ്പോൾ നമ്മൾ സൂപ്പറായി തേച്ച് മിനുക്കിയിട്ടുണ്ട്. പോളിഷൊക്കെ അടിച്ചാൽ സെറ്റാണ്, പക്ഷെ അതിനൊന്നും നമ്മൾ മുതിരുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, ചെതൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത് വെള്ളാരം കല്ല്, കണ്ടോ? വെള്ളാരം കല്ലും മണലും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിഫെൻസ്. ചെതലിനെ ഡിഫെൻസ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റേജ്. അങ്ങനെ എടുക്കാം. സോ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിഫെൻസ് മണലും വെള്ളാരം കല്ലും. ചെതൽ അത്ര പെട്ടെന്ന് വരില്ല. സെക്കൻഡ് സ്റ്റേജ് കുറച്ച് കഠിനമാണ്. അത് നമ്മൾ ഉപയോഗിക്കാൻ പാടാത്തൊരു സാധനമാണ്, പ്ലാസ്റ്റിക്. പക്ഷേ എങ്കിലും വേറെ വഴിയില്ല. അത് നമ്മൾ വീട്ടിൽ പലചരക്ക് സാധനം മേടിക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇറക്കി വെക്കാം. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ കുഴിയിലേക്ക് ഇടാം. അതിനോടൊപ്പം തന്നെ നമ്മൾ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താണെന്നറിയാലോ? ഇതാണ് നമ്മൾ ബഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇതാണ്. ബഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടേപ്പ് ചെയ്യില്ലേ, അതാണത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. One for the master, one for the day, one for the little boy who lives down the line. സൂപ്പർ. സോ ഒരു പാട്ട് കേട്ടു നിങ്ങൾ. പാട്ട് മനോഹരമായിരുന്നെങ്കിൽ ഓരോ കമൻ്റ് ഇട്ടടിച്ചോളൂ. അപ്പോൾ ചെതൽ പിടിക്കാണ്ടിരിക്കാനുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സെറ്റപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് മെല്ലെ കുഴിയിലേക്ക് ഇറക്കാം. പിന്നെ കുറച്ച് ഡെക്കറേഷന് വെള്ളാരം കല്ലുകളും പെറുക്കിയിട്ടുണ്ട്. സോ ലെറ്റ് us സ്റ്റാർട്ട്. സോ ഇവിടെ നമ്മൾ ഹോൾസ് ഇട്ടിട്ടുണ്ട്, ഡ്രില്ലർ ബിറ്റിട്ടിട്ട് ഹോൾസ് ഇട്ടിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് പോയിട്ടില്ല, ഇതുവരെ പോയിട്ടുള്ളൂ. സോ ഇതിലാണ് അതിൻ്റെ സീറ്റിംഗ്. ഓക്കെ, സോ ഇത് നമ്മൾ ഇങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. ഗ്യാസ് അത് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ വന്നിട്ട് നമുക്ക് ഫുൾ ഹോൾസാണ്. ഇതിൽ ഫുൾ ഹോൾസാണ്. ഇവിടെ പോയിട്ട് ഇത് ഇപ്പുറത്തെത്തും. സോ
നമുക്ക് ഇത് വയ്ക്കാം. അടുത്തത് ഇവര് രണ്ടുപേരും കൂടെ നമുക്ക് വയ്ക്കാം. ഇത് കണ്ടോ, നമ്മൾ ഇരുമ്പിൻ്റെ ഒരു കമ്പിയാണ് ഇട്ടിരിക്കുന്നത് ഡ്രിൽ ചെയ്തിട്ട്. ഇത് തേക്കിൻ്റെ നല്ലൊരു സ്ട്രോങ് കഷ്ണമാണ്. കാരണം ആ ബെഞ്ചിൻ്റെ വെയിറ്റ് ഇതിലാണ് ഇരിക്കുക. പിന്നെ ഇത് നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു മുള ഇട്ടിട്ടുണ്ട്. മുളയിലും നമ്മൾ ചെറിയൊരു ഹോൾ ഇട്ടുണ്ട്. 16 mm ബിറ്റ് ഇട്ടിട്ടാണ് നമ്മൾ അടിച്ചത്. ഇത് നമുക്ക് ഇതിനുള്ളിലേക്ക് കൊടുക്കാം. അതേപോലെ ഇപ്പുറത്തെ ഹോൾ ഇതിലേക്കും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബെഞ്ചിൻ്റെ ഫസ്റ്റ് ഫേസ് സെറ്റാണ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സീറ്റിംഗ് ആക്കണം, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് സ്റ്റേജ് പെയിൻറ്റിങ്. സോ പെയിൻറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ആൻറ്റിയെ കൊണ്ടുപോവാ, ആൻറ്റി വീട്ടിലേക്ക് പോവാ, ആൻറ്റി കൊണ്ടുപോവാ. So it is yellow dirty fellow. സോ നമ്മളിതാണ് ഇന്നത്തെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി. ബ്രഷൊന്നുമില്ല, വേറെ പരിപാടിയാണ്. വിജയിക്കുമെന്ന് നോക്കാം. രണ്ട് കോട്ട് 3 കോട്ടൊക്കെ അടിക്കേണ്ടി വരും. സോ ഫ്രണ്ട്സ്, എലക്ഷൻ്റെ ചൂട് നടക്കുമ്പോഴും നമ്മൾ കൂൾ ലൈക്ക് കുക്കുംബറായിട്ട് നമ്മളുടെ ബെഞ്ചൊക്കെ ഇട്ടിട്ട് നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് വിരുന്നുകാരുണ്ട് നമ്മുടെ ബെഞ്ചിലിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ശ്രീജിത്ത് വില്ലാസ് ചാനൽ കണ്ട് നമ്മുടെ ബെഞ്ച് ആസ്വദിച്ച എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. എന്തായാലും നമ്മൾക്ക് ഇവരോട് ചോദിച്ചു നോക്കാം, ഈ ബെഞ്ചിലിരിക്കുമ്പോൾ എങ്ങനെയാ തോന്നുന്നു എന്ന്. എങ്ങനെ, സന്തോഷമുണ്ടോ? എന്തെങ്കിലും പറയൂ. അടിപൊളിയാണോ? ക്ലാസ്സിലത്തെ ബെഞ്ചാണോ ഈ ബെഞ്ചാണോ ഇഷ്ടപ്പെട്ടത്? ക്ലാസ്സിലത്തെ ബെഞ്ചിനെക്കാട്ടിലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഈ ബെഞ്ചാണത്രേ. സോ ഹൗ ഡു യു ഫീൽ സിറ്റിംഗ് ഓൺ ദിസ് ബെഞ്ച്? അടിപൊളിയാണ്, വേറൊരു വൈബാണ്. ഇപ്പോൾ അവിടെ വക്കത്തൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ. ഓക്കെ, സോ നമ്മളെ വിരുന്നുകാർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ബെഞ്ചിനെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ശ്രീജിത്ത് വില്ലാസ്. താങ്ക് യു. ചോര. അപ്പോൾ നമ്മൾ ജയിച്ചിരിക്കുന്നു. താങ്ക് യു.